Hi Dubai. We are at Bab al Falah in Souk al Kabir, and today let's go inside and talk to Mr. Umar, the kind hearted individual who runs the business but also does something even better, provides free meals to those in need in Dubai. നിങ്ങൾ ഈ ബാബൽ ഫല എന്നുള്ള റെസ്റ്റോറൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എങ്ങനെയായിരുന്നു? നമ്മുടെ നാട്ടിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലുണ്ടായ സ്ഥാപനമാണ്. ഇത് നടത്തി കൊണ്ടുപോകാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ നമ്മളോട് നിർബന്ധപൂർവ്വം നമുക്കിത് കെട്ടിയേൽപ്പിച്ചതാണ്. ഞങ്ങൾ 3-4 പാർട്ട്ണർമാരുണ്ടായിരുന്നു. അവരൊക്കെ പിന്നെ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇല്ല ഒരു സാലറി പൈസ ഉള്ളൂ, പിന്നെ എന്തിനാന്ന് വെച്ചാൽ അവരെ ഒഴിവായി. ശേഷം പിന്നെ ഞങ്ങൾ 2 പേര് മാത്രമേ ഇത് കൈകാര്യം ചെയ്തു. പിന്നെ അന്ന് തന്നെ ഞങ്ങൾ റിലീഫ് ഫണ്ട് മനസ്സിലൊക്കെ കണ്ടിട്ടാണ് ഇത് എടുക്കാൻ ചെയ്തത്. അന്ന് മുതലേ ഇതിൽ ഒരു ഭാഗം പൈസ ഞങ്ങൾക്ക് റിലീഫിലേക്ക് പോകുന്നുണ്ട്. അന്നേരം തന്നെ ഇവിടെ ഈ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന കുറേ ഉണ്ടെന്നുള്ള തോന്നലിന് ശേഷം കുറച്ചാൾക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മാഷാഅല്ലാഹ് ഇപ്പം നല്ല ബിസിനസ്സിനും തിരക്കാടില്ല. ഞങ്ങൾ ചാരിറ്റി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളിത് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ള ഇനീഷ്യേറ്റീവ് മനസ്സിലുണ്ടായിരുന്നു. അതോ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ? ഇല്ല, അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് കുറച്ചാളൊക്കെ ഇങ്ങനെ ഉണ്ട്. ഈ ഇവിടെയൊക്കെ ഇങ്ങനെ പരിസരങ്ങളിൽ ജോലിയൊന്നും ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ച് അവർക്ക് കൊടുക്കുക. ആദ്യം 1-2 ആൾ വരും, പിന്നീട് കുറേ ആൾ വരാൻ തുടങ്ങി. പിന്നെ കുറച്ചാൾ മടി തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഇതിനെ പരസ്യപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഭക്ഷണം ഉണ്ടെന്നുള്ളത്. ഈ ഫ്രീ ഫുഡ് ഇനീഷ്യേറ്റീവിന്റെ പിന്നിലുള്ള കഥ എന്താണ്? നിങ്ങൾ എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്തത്? ഇവിടെ പട്ടിണി ഇല്ലാളുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ചത് ഗൾഫിൽ നിന്ന് വെച്ചാൽ വലിയ വിഷയമല്ല, ആരും പട്ടിണി എടുക്കുന്ന ആളില്ല, വിസക്കാർ മാത്രമാണ്. ഇവിടെ ഞങ്ങൾ ഈ അബ്ര സൈഡിലെങ്കിലും പോകുമ്പോഴാണ് ഇങ്ങനെ ഈ ഒരു അവസ്ഥ കണ്ടത്. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നിയത്. എന്തുകൊണ്ട് നമ്മൾ ചാരിറ്റി മറ്റു നാട്ടിലേക്ക് കൊടുക്കുന്നത് ഇവിടെ ഉള്ള ആൾക്ക് കൊടുത്തുകൂടാന്നുള്ള ധാരണ ഉണ്ടായത്. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ടാക്കി. കുറെ ആൾക്കാർ ഇത് അഡ്വാൻറ്റേജ് എടുക്കാൻ വരില്ലേ? ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ടെന്ന് കേട്ടാൽ വെറുതെ വരുന്ന ആൾക്കാരല്ലേ? അപ്പം നിങ്ങൾ എങ്ങനെ തീരുമാനിക്കുക ഈ ആൾക്ക് ശരിക്കും ഇതിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലയെന്ന്? ഇല്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വന്നാൽ തന്നെ അവൻ കൊടുക്കാൻ തയ്യാറുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടി അങ്ങനെ ഒരു ആരും യോജിക്കാൻ നിൽക്കില്ലല്ലോ ഭക്ഷണത്തിന്. ഇനി അതോ പൈസ ഉണ്ടായിട്ട് കൊടുക്കുന്ന ആളാണ് നമുക്ക് പ്രശ്നമില്ല. എന്തെങ്കിലും മെനു ഉണ്ടോ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ? അതോ ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റുമോ? ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റും. നമ്മളങ്ങനെ മെനു ഒന്നും ആക്കലില്ല. പിന്നെ മിക്ക ആളും ആവശ്യക്കാർ കറക്റ്റായിട്ട് കഴിക്കുള്ളൂ. അങ്ങനെ സ്പെഷ്യലായിട്ട് കൂടുതൽ ഭാര്യ വലിച്ച് കെട്ടത് കുറവാണ്. ഇവിടെയുള്ള കമ്മ്യൂണിറ്റിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എന്ത് റിയാക്ഷനാണ്? എല്ലാവരും അതിന് സപ്പോർട്ടാണ്. ചിലപ്പോൾ പല ആളും പറയും എൻ്റെ വക ഇന്ന് കൊടുക്കുമെന്ന്. അപ്പം ഞങ്ങൾ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചില ദിവസം ഇന്നത്തെ ഭക്ഷണം അന്ന് ആൾ വരെ ഉണ്ടായില്ല. പിന്നെ ഞാൻ അവരോട് പൈസ മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കുറേ കൂടുതൽ ആൾ വരുന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് ഇത്ര ആളുണ്ടെങ്കിലല്ലേ ആയിരിക്കെങ്കിലായിട്ട് ഞങ്ങൾ പൈസ വാങ്ങിച്ചാൽ കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ പൈസ മേടിക്കലില്ല, ഈ ഫണ്ടിലേക്ക് പൈസ മേടിക്കലില്ല. ഒരു ദിവസം എത്ര ആൾക്കാർ എങ്ങനെ വരാറ്? ഒരു ആവറേജ് നിങ്ങൾ പറയുകയാണെങ്കിൽ? അത് 15 ആളും വന്നിട്ടുണ്ട്, 25 ആളും വന്നിട്ടുണ്ട്. തീരെ വരാത്തതുണ്ട്. അത് തീരെ വരാത്തതുണ്ടാകുമ്പോഴാണ് ഞങ്ങൾക്ക് വിഷമം. ആരെങ്കിലായിട്ട് വന്നില്ലല്ലോ എന്നുള്ള ടെൻഷനാണ്. ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഓണേഴ്സിനോട് എന്ത് മെസ്സേജോ കൊടുക്കാനുള്ള കമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നതിനെ കുറിച്ച്? ഇത് ചെയ്യേണ്ടത് തന്നെ 10 ഭക്ഷണം കൊടുത്താലൊന്നുമില്ല, കൂടുന്നതല്ലാണ്ട് കുറയാനില്ല. എല്ലാവരും കൊടുക്കണം. ആരും നാട്ടിൽ പട്ടിണി ഉണ്ടാകാൻ പാടില്ല. അതന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ കൊടുത്ത ആൾക്കാരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഞാനൊരിക്കൽ ഡൽഹിയിൽ പോയപ്പോൾ ഒരാൾ എന്നെ കണ്ട് ഇങ്ങനെ സംസാരിച്ചു. എനിക്കാളെന്നറിയില്ല. എന്നോട് ചോദിച്ചു ഇങ്ങനെ, സാർ നിങ്ങൾ ദുബൈയിലല്ലേ? ദുബൈയിൽ ബാബൽ ഫല എന്നാണ് ഒരു റെസ്റ്റോറൻറ്റ്. അവിടെ ഞാൻ കുറേ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എനിക്കന്ന് വിസ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ സന്തോഷമായിട്ടുണ്ടല്ലോ, അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സംഭവമാണ് അതൊക്കെ.